ഞാൻ കുറച്ച് കാലമായിട്ട് സിനിമ എന്ന് വെച്ചാൽ സാധാരണ ഭാഷയിൽ പറഞ്ഞ ജൂനിയർ ആർട്ടിസ്റ്റ് പോലെ കുഞ്ഞു കുഞ്ഞു വളരെ ഒരു ഡയലോഗ് 2 ഡയലോഗുള്ള സിനിമകളൊക്കെ ചെയ്തിട്ട് തന്നെയാണ് വന്നത്. അതെ അതെ, നിങ്ങൾ ഈ പറഞ്ഞ പോലെ ആളുകൾ ശ്രദ്ധിച്ചതും അത്യാവശ്യം നല്ല ഹിറ്റായി മാറിയതും തണ്ണീർമത്തൻ ദിനങ്ങളായതുകൊണ്ട് ആ ക്യാരക്ടറിനെ കുറിച്ച് പ്രത്യേകിച്ച് ശ്രദ്ധിക്കപ്പെടാനുള്ള ഒരു ശ്രദ്ധിച്ചു. തണ്ണീർമത്തൻ അഭിനയിച്ച് എല്ലാവരും എവിടെയോ എത്തിപ്പോയി. എല്ലാവരും വലിയ സ്റ്റാർസ് ആയിരുന്നു. നസ്ലിനാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ആണെന്നുണ്ടെങ്കിൽ ചിന്തിക്കാൻ പറ്റാത്ത ലെവലിൽ അഭിനയിച്ച രീതിയിൽ അവരായിട്ടുള്ള കോണ്ടാക്ട് ഒക്കെ എങ്ങനെ? എല്ലാവരുമായിട്ടും വെച്ചാൽ നമുക്ക് അങ്ങനെ റെഗുലർ കോണ്ടാക്ട് ഒന്നും ആരുമായിട്ടില്ല. അനുവായിട്ട് അത്യാവശ്യം നല്ല കോണ്ടാക്ട് ഉണ്ട്. പിന്നെ നസ്ലിന മറ്റൊക്കെ കാണും, നമ്മളെ അറിയാം, സംസാരിക്കും. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇത് നമുക്ക് ഇടയ്ക്ക് അങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റില്ല. വിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് വിളിക്കാനുള്ളൊരു വെച്ചാൽ അവർ എടുക്കുക സംസാരിക്കുകയും ചെയ്യും. ഒരു മെയിൻ ഡയലോഗാണ് ക്രിക്കറ്റ് എന്ന് പറയുന്നത്. ആ ഡയലോഗ് ഓർമ്മയുണ്ട്. ഗ്രൗണ്ടിൽ കിടന്ന് ഷോ കാണിക്കുന്നതല്ല എന്നല്ല ഓർമ്മയുണ്ട്. ഇത് അതൊരു പ്രത്യേക ശൈലിയാണ് പറയുന്നത്. അപ്പോൾ ക്യാരക്ടർ പറഞ്ഞാണോ അല്ലെങ്കിൽ ചേച്ചി കഴിഞ്ഞിട്ട് ചെയ്തതാണോ? അല്ല, ഗിരീഷ് എന്തായാലും എങ്ങനെയാ എന്താ അതന്നെയാണ് ചെയ്യുന്നത്. എൻ്റെ ഒരു ആക്സിഡന്റിൽ ഗിരീഷായിട്ടുള്ള കോണ്ടാക്ട് എങ്ങനെയാണ്? ഗിരീഷുമായിട്ട് അത്യാവശ്യം ഈ തിരക്കുള്ള സമയത്ത് നമ്മൾ അങ്ങനെ ഇരിക്കാനോ സംസാരിക്കാനോ പോകാറില്ല. എന്നാലും അത്യാവശ്യം ഗിരീഷേട്ടൻ്റെ സിനിമ നടക്കുന്നു. സിനിമകൾ ചെയ്തു. എന്തെങ്കിലും എപ്പോഴെങ്കിലും ചാൻസ് ക്യാരക്ടർ ഉണ്ടോ എന്ന് വിളിച്ച് ചോദിക്കാറുണ്ടോ ഗിരീഷേട്ടൻ്റെ അടുത്ത്? ഞാൻ ബാക്കി എല്ലാ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ടെക്നീഷ്യന്മാരുടെ അടുത്ത് ആരുടെ അടുത്ത് റൈറ്റേഴ്സിൻ്റെ അടുത്തൊക്കെ ചോദിക്കുന്നത് തന്നെ ഗിരീഷിൻ്റെ അടുത്തും ചോദിക്കാറുണ്ട്. എനിക്കറിയാം തണ്ണീർമത്തൻ എല്ലാ ക്യാരക്ടർ തന്നത് ഗിരീഷാണ്. അങ്ങനെ ഒരു എനിക്ക് ചേരുന്ന ഒരു ക്യാരക്ടർ ഗിരീഷ് ഉറപ്പായിട്ടും വിളിക്കും. എന്നാലും ഞാൻ ചോദിക്കാറുണ്ട്, ചാൻസ് ചോദിക്കണമല്ലോ, ചോദിക്കും. ഉണ്ടാവാത്ത കാരണം തന്നിട്ടില്ല, ഉണ്ടാവുമ്പോൾ തരും. സിനിമ പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തൊരു പ്രേക്ഷകരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പം ഇതൊരു സ്ത്രീകൾ കാണേണ്ട സിനിമയാണ്, കുട്ടികളെ നിർബന്ധമായിട്ടും കാണിക്കേണ്ട സിനിമ അങ്ങനെ പറയാതെ ഞാൻ പറയുന്നത് ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷനും കുട്ടികളും പുരുഷന്മാരെല്ലാവരും ഉണ്ട്, എല്ലാവരും കൂടി ചേർന്നാണല്ലോ സമൂഹം. അപ്പോൾ ഇതിൽ ഒരാളെ അഫക്റ്റ് ചെയ്യുന്നത് അടുത്ത ആൾ. ഇപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയെ അഫക്റ്റ് ചെയ്താൽ എന്നെ അഫക്റ്റ് ചെയ്യും, എൻ്റെ അച്ഛനെ അഫക്റ്റ് ചെയ്യും. അങ്ങനെ ഇത് കണക്റ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു കാര്യമാണല്ലോ. അപ്പം എല്ലാവരും കാണണം, എല്ലാ മനുഷ്യരും കാണണം. ഒരാൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം അത് നമ്മളെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, അതേപോലെ തന്നെ ഈ സിനിമ പറഞ്ഞു വെക്കുന്നതും അതെ. ഒരു സിറ്റുവേഷൻ നമുക്ക് നെഗറ്റീവായിട്ടൊരു സിറ്റുവേഷൻ വന്നാലും അത് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മളെങ്ങനെ ഇതിലേക്ക് പോകാമെന്നുള്ളതാണ് പറയുന്നത്. ഇത് ഒരാളെ മാത്രം കണ്ടിരുന്നിട്ട് കാര്യമില്ല, എല്ലാവരും കാണണം. എല്ലാവരും കാണുന്ന ലൈഫിൽ അത് അപ്ലൈ ചെയ്യുകയും ചെയ്യണം. അതാണ് സിനിമ പറയുന്നത്. എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. അതെ, മാർച്ച് 6-നാണ് എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണണം. എന്താ പറയുക, എനിക്ക് ഒരുപാട് നല്ല വേഷങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്. സിനിമ വന്ന് കണ്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് ഒരു ആക്ടർ എന്നുള്ളതിൽ പോകാൻ പറ്റുള്ളൂ. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.